വേടന്റെ എല്ലാം പാട്ടുകൾ കേൾക്കാറുണ്ടോ? അതില് ഈ ദളിതർക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നു, പിന്നോക്കക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടോ? ഞങ്ങളെ മുനമ്പത്തിന് വേണ്ടി ഈ കക്ഷി പാടിയിട്ടൊന്നുമില്ല. ഞങ്ങളെ മുനമ്പത്തിന്റെ വിവരങ്ങൾ ഈ ഇന്ത്യ മഹാരാജ് ഒട്ടാകെ അറിയാവുന്നതാണ്. അത് വേടൻ പറയാൻ പറ്റും. വേടൻ പോലും ഞങ്ങൾക്ക് ഒരു വാക്ക് ഉയർത്തിട്ടില്ല. വേടന്റെ വംശത്തിനുള്ള ആൾക്കാർ ഞാനും പട്ടികക്കാരാണ്. എനിക്ക് വേണ്ടി ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി ഒരു പാട്ട ഒന്നും ഇവിടെ പാടിയിട്ടില്ല. വളരെയധികം സങ്കടം ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ ഇത്ര കേരളത്തിൽ പേരിട്ട് ഒരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല, ശബ്ദം ഉയർത്തിയിട്ടില്ല. ടൂറായിട്ടും ഈ മുനമ്പൻ ജനത കൊണ്ട് വന്ന് പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പാടിത്തന്നില്ലല്ലോ, അത് ജനങ്ങളെ അറിയിച്ചില്ലല്ലോ. അപ്പൊ അയാള് എല്ലാവർക്കും വേണ്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾക്ക് 610 ചില കുടുംബങ്ങള് വെള്ളത്തിലാക്കി വെക്കണം. ആ 610 കുടുംബത്തിന് വേണ്ടി ഒന്നും പാടിയിട്ടില്ല. നമസ്കാരം. നമ്മുടെ കേരളം ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് മുനമ്പം സമരം. ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുനമ്പത്ത് ഏകദേശം 20ഓളം ദളിത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 ദിവസങ്ങൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള സമരത്തിലുമാണ്. ഇപ്പോൾ കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് വേടൻ. അദ്ദേഹത്തിന്റെ ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള രീതിയിലുള്ള വീഡിയോകളാണ് നമ്മൾ, പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കും, ഈ ചെറുപ്പക്കാരനെതിരെ ഇങ്ങനെ പല ആളുകളും സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നമ്മൾ പരിശോധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മുനമ്പത്തേക്ക്, അല്ലെങ്കിൽ മുനമ്പം ഭൂസമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ ഒരു വാക്ക് പോലും പറയാനോ പാടാനോ വേടൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഈ മുനമ്പത്തുള്ള ദളിത് കുടുംബങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന വേടൻ സംസാരിക്കുന്നില്ല? ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? അംബുജാക്ഷൻ. ചേട്ടാ, ഇപ്പോ ഈ ദളിത് കുടുംബങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി പാട്ട് പാടുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ മുനമ്പത്തുള്ള നിങ്ങളടങ്ങുന്ന ദളിതർക്ക് വേണ്ടി സംസാരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഷൂറായിട്ടും അത് രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയെന്ന് പറയാനുള്ളൂ. അത് രാഷ്ട്രീയ കളി തന്നെയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പട്ടികക്കാരനിൽ കേരള ബേട്ട് മഹാസഭ സമുദായത്തിലുള്ളതാണ്. അതായത് ബേട്ടുവാനാണ് ഞാൻ. ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് കറണ്ട് വന്നത്, ബേട്ടുവന്മാർക്ക് വേണ്ടി. ആ കറണ്ട് വരെ ഞങ്ങൾക്ക് തന്ന സർക്കാർ തന്നതാണ്. ഇവിടെ ഇപ്പം ആ സർക്കാരില്ല, ഒരു സർക്കാരും ഞങ്ങളെ സംരക്ഷിക്കാനില്ല. കാരണം വെച്ചാൽ 55 വർഷത്തോളം ആയി എൻ്റെ ഓർമ്മ വെച്ചാലും പോലെ ഇവിടെ ഞാൻ ജീവിക്കണത്. 57 വയസ്സായി എനിക്ക്. ഈ 57 വയസ്സിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ചെറ്റക്കുടികളായിരുന്നു. ഇവിടെയുള്ള നല്ല സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ കടലിൽ പോയി, കടലിടി കൊണ്ട് ബോട്ടിൽ പോയി, വഞ്ചിമ പോയി, ഒരുപാട് തൊഴിൽ ചെയ്ത് വളരെ അധ്വാനിച്ച് അവരെ മക്കളെ പഠിപ്പിച്ച് അവർ ചെറിയൊരു പെരകൾ വെച്ചിട്ട് ഇപ്പൊ തിരക്കില്ലാതെ ജീവിക്കാൻ മാറുകയപ്പോൾ ഞങ്ങൾ ഈ സമൂഹം വലുതായപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നിക്കണം. ഇപ്പോൾ ഈ വേടന്റെ എല്ലാം പാട്ടുകൾ കേൾക്കാറുണ്ടോ? അതില് ഈ ദളിതർക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നു, പിന്നോക്കക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടോ? ഞങ്ങളെ മുനമ്പത്തിന് വേണ്ടി ഈ കക്ഷി പാടിയിട്ടൊന്നുമില്ല. ഞങ്ങളെ മുനമ്പത്തിന്റെ വിവരങ്ങൾ ഈ ഇന്ത്യ മഹാരാജ് ഒട്ടാകെ അറിയാവുന്നതാണ്. അത് വേടൻ പറയാൻ പറ്റും. വേടൻ പോലും ഞങ്ങൾക്ക് ഒരു വാക്ക് ഉയർത്തിട്ടില്ല. വേടന്റെ വംശത്തിനുള്ള ആൾക്കാർ ഞാനും പട്ടികക്കാരാണ്. എനിക്ക് വേണ്ടി ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി ഒരു പാട്ട ഒന്നും ഇവിടെ പാടിയിട്ടില്ല. വളരെയധികം സങ്കടം ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ ഇത്ര കേരളത്തിൽ പേരിട്ട് ഒരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല, ശബ്ദം ഉയർത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പക്ഷേ നിരന്തരമായിട്ട് എല്ലാവരും പറയുന്നത്, ഈ വേടൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ പിന്നോക്കക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് അതിലെ എല്ലാ സംഭവങ്ങളും പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് നിരന്തരമായിട്ട് പറയുകയാണ്. അത് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കാണുന്നത്? എങ്ങനെയാണ് അത്? അങ്ങനെ ദളിതർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി പാടണില്ലേ, ഷൂറായിട്ടും ഈ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി വന്ന് പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പാടിത്തന്നില്ലല്ലോ, അത് ജനങ്ങളെ അറിയിച്ചില്ലല്ലോ. അപ്പൊ അയാള് എല്ലാവർക്കും വേണ്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞങ്ങൾക്ക് 610 ചില കുടുംബങ്ങള് വെള്ളത്തിലാക്കി വെക്കണം. ആ 610 കുടുംബത്തിന് വേണ്ടി ഒന്നും പാടിയിട്ടില്ല. ഇപ്പോൾ ഈ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാലസ്തീൻ പോലെയുള്ള പ്രശ്നങ്ങൾ, ഗാസ പോലുള്ള, എല്ലാവരും ലോകം മുഴുവൻ, ജനങ്ങൾ മുഴുവൻ കാണുന്നതാണ്, അറിഞ്ഞതാണ്. ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി അദ്ദേഹം പാട്ട് പാടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല വിഷയങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലും വീഡിയോ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത് വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത്
സാധാരണക്കാരനായിട്ടുള്ള താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വഖഫ് എന്ന് പറയുന്ന വിഷയത്തിനെതിരെ സംസാരിക്കാൻ ഈ വേടനടക്കമുള്ള ആളുകൾക്ക് മടിയായതിന്റെ പേരിലായിരിക്കുന്നത്. ഷൂറായിട്ടും അത് വഖഫിന് എതിരായിട്ട് ഈ ഈ കക്ഷി ഞങ്ങളിലോട് ഇയാൾ വന്നിട്ടില്ല. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാനൊന്നും വന്നിട്ടില്ല. ഷൂറായിട്ടും വന്നിട്ടില്ല. ഈ മുൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും പറയാൻ വന്നിട്ടില്ല. ഇപ്പോ നിങ്ങളെല്ലാവരും ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ SNDP വീട്ടുവ മഹാസഭ അടക്കമുള്ള അല്ലെങ്കിൽ കുടുംബി സമുദായം അടക്കമുള്ള അരയ സമുദായം അടക്കമുള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു നീതി ലഭിക്കുന്നതിനായിട്ട് ഈ വേടനടക്കമുള്ള ആളുകൾ ഒരു പ്രസ്താവന നടത്താനോ പാട്ട് പാടാനൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എന്തായിരിക്കും കാരണം? ഇവിടെ ഞങ്ങള് ഇപ്പൊ ഈ സമരം തുടങ്ങിയിട്ട് 223 ദിവസമായി. അതിന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സുരേഷ് ഗോപി സാറ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നീതി ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഇവിടെ പല ഉടായ്പ കളികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ് മോദിജിനെയും ഈ കിരൺ റിജിജു സാറിനെയും ചന്ദ്രശേഖർ സാറിനെയൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ബില്ലിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായും നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കമ്മീഷനെ ഇവിടെ നിയമിച്ച് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് മെയ് 31 സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചാനലിൽ കണ്ടിടത്തോളം അതിനകത്തൊരു വ്യക്തത ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ TV കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വഖഫിൻ്റെ ആണോ, ഫറൂഖ് കോളേജിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കുടിയെടുപ്പുകാരുടെ ആണോ, അല്ലെങ്കിൽ സത്താർ സേട്ടിൻ്റെ ആണോ, ഒന്നൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഈ കമ്മീഷൻ പറയണത്. അപ്പം ഇവർ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കണത് ഒരു സെറ്റിൽമെൻറ്റ്. പക്ഷേ ആ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. ആ സെറ്റിൽമെൻറ്റിന് ഞങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ഒട്ടും സമ്മതമില്ല. ഇത് ഈ കേസ് നിലവിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പേരിലാണ് ഈ കേസ് ഇത്രയും നീണ്ടു പോണത്. ഈ പ്രശ്നങ്ങൾ നീണ്ടു പോകും. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഓർഡർ കേരള ഗവൺമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം പറഞ്ഞ പോലെ ഈ വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വിഷയം. ഈ വിഷയത്തിൽ ഈ വേടന്റെ പല പാട്ടുകളും നിങ്ങളെല്ലാവരും ഇപ്പോൾ ചാനലിലൂടെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഈ പാലസ്തീന് വേണ്ടിയിട്ടും സിറിയയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നിരവധിയായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ വേടനടക്കമുള്ള ആളുകൾ ഈ നമ്മുടെ മുനമ്പത്തെ നിങ്ങളെ കാണാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ സഹായിക്കരുതെന്ന് അതിൻ്റെ പിന്നിലുള്ള ആള് അതിന് ശ്രമിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുള്ളൂ ഞങ്ങളെ സഹായിക്കാൻ അവരെ വിടാത്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല. എന്താ പറഞ്ഞാൽ അവരെയൊക്കെ തടയുന്നുണ്ട് ഇവർ. ഈ വഖഫ് ഒരു കടന്നേറ്റമുള്ള ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ ദോഷമായിട്ട് മാറിയേക്കണം. അപ്പോൾ ഇപ്പം ഈ സുരേഷ് ഗോപി സാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഫസ്റ്റിൽ ആ പുള്ളിയാണ് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും കണ്ടീഷനിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾക്കത് നേടിയെടുക്കുകയും ചെയ്യും. ഇവിടെ ഏകദേശം 20ഓളം ദളിത് കുടുംബങ്ങളാണുള്ളത്. അവരൊക്കെ ജീവിത സാഹചര്യം എങ്ങനെയാണ്? അവർ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് വരെ എങ്ങനെയായിരുന്നു? ആദ്യ ഘട്ടം മുതൽക്കേ തന്നെ ഇതിനോട് സമീപിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അവർ സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെയല്ലേ? ഉണ്ടായിരുന്നു. എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ഈ മത്സ്യത്തൊഴിലെടുത്താണ് എല്ലാവരും ജീവിക്കുന്നത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 58 വർഷമായി ഞാനിവിടെ, 63 വയസ്സായ 58 വർഷമായിട്ട് ഞാനിവിടെ ഈ കേസ് ഭൂമിയിൽ ജീവിച്ചു പോന്ന്. 5 കൊല്ലത്തേക്ക് മുമ്പ് അക്കരയിലായിരുന്നു, കോൺവെന്റ് അപ്പുറത്തായിരുന്നു. 58 വർഷമായി ജീവിച്ചു പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ എൻ്റെ കാരണന്മാർ മുതലുള്ള ഇവിടെ 3 തലമുറ ജീവിച്ച് മരിച്ച ആളുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ 3.5 കൊല്ലമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഭയങ്കര വേദനാജനകമാണ്. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയൻ. ഇപ്പൊ ചേട്ടാ ഈ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, 250 ദിവസത്തിലേക്ക് ആയിരിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരോ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മുനമ്പത്തെ ജനതയെ കുടിയിറക്കാനായിട്ട് ഉള്ള ഒരു കാര്യം അത് നടപ്പിലാവില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ സർക്കാർ നിയോഗിച്ച കമ്മീഷനൊക്കെ തന്നെ പറയുകയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്താണ്? ഞങ്ങളിപ്പോൾ മോദി സർക്കാരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ വകഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കുകയും അന്ന് രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്കെതിരെ പല വ്യക്തികളും സുപ്രീം കോടതിയിൽ കേസിനുമായിരിക്കുകയാണ്. ആ കേസിൻ്റെ വിധി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ റവന്യൂ ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് പല വിധത്തിൽ നിന്നും ഇത്ര നാൾ 221 ദിവസം ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകുന്നത്.
ഈ പല പല വ്യക്തികളും നമ്മുടെ സമരപ്പന്തലിൽ വന്ന് പല കാര്യങ്ങളും പറയുന്നെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളും സമൂഹത്തിൽ ഉന്നതിയിലുള്ള അറിയപ്പെടുന്ന വ്യക്തികളാരും തന്നെ നമ്മുടെ സമരപ്പന്തലിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരെന്തെന്നറിയില്ല, നമുക്കൊരു പൂർണ്ണ സപ്പോർട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നില്ല. പല പല വ്യക്തികൾ, നമ്മൾ ഉന്നതന്മാരായ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ രംഗത്ത് വന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും കിട്ടുകയും ഞങ്ങളുടെ സമരങ്ങൾ ദീർഘദൂരം മുന്നോട്ട് പോലും മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഈ ഭരിക്കുന്ന സർക്കാരുകളും നമ്മൾ അതിൽ നേതൃത്വം കൊടുത്ത് നമ്മുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ വേണ്ട മുൻകൈകളൊക്കെ എടുക്കാൻ വേണ്ടി ഇവരെപ്പോലുള്ള വ്യക്തികൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ചേട്ടാ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും, ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പല പ്രശ്നങ്ങളിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വേടൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു പ്രതികരണങ്ങളോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ വഖഫ് വിഷയത്തിൽ CPM-ഉം കോൺഗ്രസും എടുക്കുന്ന നിലപാട്, അതേ ഒരു നിലപാട് തന്നെ ഇവരും കൈക്കൊള്ളുകയാണോ? നിങ്ങളെ ഈ മുനമ്പത്തെ പിന്നോക്കക്കാരെ പൂർണ്ണമായിട്ടും താഴുകയാണോ? തീർച്ചയായിട്ടും ഇല്ല. അവർക്ക് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട് അവർ അതിൽ നിന്ന് പിന്മാറുകയാണ്. നാളൊരിക്കൽ ഇവരെ മനസ്സ് മാറുകയും നമ്മുടെ സമരപ്പന്തലിൽ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അയാളെ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്തു തരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്.